ദൈവം പറയുന്ന വാക്കുകൾക്ക് പോലും വേണ്ട നിലകളിൽ വില കൽപ്പിക്കാത്ത ആളുകളുണ്ട്. മറ്റൊന്നുമല്ല, കാരണം അവർ ദൈവത്തിൻ്റെ വാക്കുകളേക്കാൾ അവരുടെ ബുദ്ധിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അവർ സ്വയം അതിനെക്കുറിച്ച് ചിന്തിക്കും, അത് പഠിക്കും, അത് മനസ്സിലാക്കും. അതിനുശേഷം മാത്രമേ ദൈവത്തിൻ്റെ വാക്കുകളാണെങ്കിൽ പോലും വേണ്ട നിലകളിൽ വിശ്വസിക്കുകയുള്ളൂ. സത്യത്തിൽ ഇത് ബുദ്ധിപരമായ ഒരു നടപടിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ദൈവം പറയുന്ന വാക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് പരാജയത്തിന് കാരണമാകില്ല. വാസ്തവത്തിൽ ശരിക്കൊന്ന് ചിന്തിച്ച്, ദൈവത്തിൻ്റെ വചനങ്ങളല്ലേ നമ്മളെ നിത്യതയിലേക്കുള്ള പ്രവേശനത്തിന് കാരണമാക്കുന്നത്. ഇതൊന്നും അറിയാത്തത് കൊണ്ടല്ല, ഇതൊക്കെ അറിയും. എങ്കിലും അവർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ചില പ്രത്യേക സാഹചര്യത്തിൽ ഒന്ന് ഞെളിയണമെങ്കിൽ സ്വയം ബുദ്ധിയുള്ളവരെന്ന് ഒന്ന് കാട്ടിക്കൊടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ കോപ്രായങ്ങളൊക്കെ ചെയ്യുന്നത്. മുഖവുര ദീർഘിപ്പിക്കുന്നില്ല. ഒരു കാര്യം ആരംഭമായിട്ട് തന്നെ ഞാൻ പറയട്ടെ, ദൈവം എന്തു പറഞ്ഞാലും അത് അങ്ങനെ തന്നെ എന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഒരു കാരണവശാലും പരാജയമാകില്ല. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി കഴിഞ്ഞ ദിവസം വായിച്ച വാക്യം ഒരിക്കൽ കൂടി വായിക്കട്ടെ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 7-ാം വാക്യം. അവർ കഴുതക്കുട്ടിയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു, തങ്ങളുടെ വസ്ത്രം അതിൻ്റെ മേലിട്ടു, അവൻ അതിന്മേൽ കയറിയിരുന്നു. യഹൂദൻ്റെ ചരിത്രത്താളുകളിൽ ഇടം പിടിച്ച ഒരു സംഭവമാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യെരുശലേം ദേവാലയത്തിലേക്കുള്ള പ്രവേശം. അത് ഒരു ചെറിയ സംഭവമായിരുന്നില്ല, വലിയ ആഘോഷമായിട്ട് തന്നെ അവർ കൊണ്ടാടിയ ഒന്നാണ്. ഹോശന്ന എന്നുള്ള ആ പ്രത്യേക പദം ഉപയോഗിച്ച് ഇന്നും നമ്മൾ ചില ആളുകൾ, അല്ലെങ്കിൽ വലിയ വിഭാഗം ക്രൈസ്തവർ ഉത്സവ പ്രതീതി ജനിപ്പിക്കത്തക്ക നിലകളിലാണല്ലോ ആണ്ടിൻ്റെ ഒരു ദിവസം കൊണ്ടാടുന്നത്. ഈ ദിവസത്തെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമാക്കിയതിന് പിന്നിൽ ഉപയോഗിക്കപ്പെട്ട ഒരു മൃഗമുണ്ട്. അതിനെ നമ്മൾ ഒരിക്കലും ഒഴിച്ചു കളയാൻ പാടില്ല, ഒഴിവാക്കിക്കൂടാ. ഈ ദിവസത്തെ ചരിത്രത്താളുകളിലേക്ക് കുറിക്കാൻ കാരണമാക്കി തീർത്തത് കർത്താവ് തന്നെയാണെന്നതിൽ സംശയമൊന്നുമില്ല. എങ്കിലും അതിനിടയിൽ ഇതിനെ ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിക്കത്തക്ക നിലകളിൽ ഉപയോഗിക്കപ്പെട്ട ഒരു മൃഗമാണ് കഴുത. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചല്ലോ, കഴുതയ്ക്ക് സ്വയമായിട്ട് ബുദ്ധിയില്ല എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. എന്നാൽ ഈ കഴുത യേശുക്രിസ്തുവിനെയും പേറിക്കൊണ്ട് ദേവാലയത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഉള്ള ആളുകൾ മുഴുവനും കർത്താവിന് ഹോശന്ന പാടിക്കൊണ്ട് അവരുടെ വസ്ത്രങ്ങൾ വഴിയിൽ വിതറി, മരച്ചില്ലുകൾ വഴിയിൽ വെട്ടി വിതറി, എല്ലാ നിലകളിലും അവരതിനെ ആഘോഷമാക്കിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരിൽ ചിലർ പറഞ്ഞു പോലും, ഇവൻ ആര്? അപ്പോൾ ഈ കഴുത ചിന്തിച്ചു എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ. കഴുത വിചാരിച്ചു, എൻ്റെ കാര്യമാണ്, ഇവൻ ആരാ ഇത്ര ഗമയിൽ വരുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് കഴുത ചിന്തിച്ചത്. പക്ഷേ ഉടൻ തന്നെ തനിക്ക് തിരുത്തേണ്ടി വന്നു. തനിക്ക് ബോധ്യപ്പെട്ടു, ഞാൻ വെറും ഒരു കഴുതയാ, എന്നെ ഇത്ര പൊക്കിപ്പറയത്തക്ക നിലകളിൽ ഞാൻ ആരുമല്ല. ഞാൻ ഓർപ്പിച്ചായിരുന്നല്ല കഴിഞ്ഞ ദിവസം, ഒരുപക്ഷെ ചില മനുഷ്യരായിരുന്നു പറഞ്ഞതിന്, യേശുവിന് ഇവിടെ എന്ന സ്ഥാനമാണ്, എന്നേക്കാൾ വലിയ സ്ഥാനമൊന്നും യേശുവിനില്ല. കഴുതക്കുട്ടിയെ അഴിച്ചു കൊണ്ടുപോകുമ്പോൾ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ടെന്നുള്ള വാക്കൊക്കെ കഴുത കേട്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. കഴുതയ്ക്ക് കർത്താവിനെ അറിയില്ല, കർത്താവിന് കഴുതയെ അറിയാം. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം തിരിച്ചറിയുക, നിങ്ങൾ കർത്താവിനെ അറിയാത്തപ്പോഴും കർത്താവിന് നിങ്ങളെ അറിയാമായിരുന്നു. നിങ്ങളെ ആവശ്യമുണ്ടെന്ന് കർത്താവിന് അറിയാമായിരുന്നു. എത്രയോ നാളുകൾക്ക് മുമ്പ് നിങ്ങൾ യേശുവിനെ അറിയാതെ ഇരുന്നപ്പോഴും യേശുവിൻ്റെ വചനം നിങ്ങളെ തേടിയെത്തിയില്ലേ, നിങ്ങളെ രക്ഷിച്ചില്ലേ? മറ്റൊന്നുമല്ല, കാരണം യേശുവിന് നിങ്ങളെ ആവശ്യമുണ്ട്. കർത്താവ് യെരുശലേം ദേവാലയത്തിലേക്കും കഴുത പുറംപറമ്പിലേക്കും മാറ്റപ്പെട്ടു. കഴുതയെ പിന്നെ ശ്രദ്ധിക്കാൻ ആരുമില്ല. ഒരു പരുവത്തിന് അത് നടന്നും അലഞ്ഞും തിരികെ തൻ്റെ അമ്മയുടെ അടുക്കലെത്തി. എന്നിട്ട് കാര്യങ്ങൾ വിവരിച്ച് കേൾപ്പിച്ചു. ആ കഴുത ഇത്രയും കൂടി കൂട്ടിച്ചേർത്തു തൻ്റെ അമ്മയോട്. യേശു കൂടെ ഉണ്ടായിരുന്ന ആ നിമിഷങ്ങൾ എത്ര സന്തോഷകരമായിരുന്നെന്നോ. ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള സന്തോഷമാണ് ഞാൻ അനുഭവിച്ചത്. ശരിയല്ലേ? കഴിഞ്ഞ ദിവസവും ഇന്നും ഓർമ്മിപ്പിച്ച ഒരു കാര്യം ഒന്നുകൂടി ഞാൻ ആവർത്തിച്ചു കൊള്ളട്ടെ. നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളും ദൈവം പറയുന്നത് അപ്രകാരം അംഗീകരിക്കുവാനും വിശ്വസിക്കാനും കഴിയുന്നില്ല. എന്നാൽ കഴുത പൂർണ്ണമായിട്ടും ദൈവത്തിന് വിധേയപ്പെട്ടു. നമുക്ക് അത്രയും പോലും കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ഈ മനുഷ്യജന്മം കൊണ്ട് എന്താണ് പ്രയോജനം? നിങ്ങളെ ഓരോരുത്തരെയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന കർത്താവിന് ഒരു കാര്യം പ്രത്യേകമായിട്ട് അറിയിക്കാനുള്ളത്, ഇന്ന് വരെ ആരും നിങ്ങളെ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിലായിരിക്കാം നിങ്ങളുടെ ജീവിതം.
ആരാലും അറിയപ്പെടാത്ത അവസ്ഥയിലായിരിക്കാം നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കർത്താവിന് നിങ്ങളെ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് കർത്താവിനെ അറിയുന്നത് പോലെയല്ല കർത്താവ് നിങ്ങളെ അറിയുന്നത്. നിങ്ങൾക്ക് എന്തെല്ലാം കഴിവുകളുണ്ടെന്ന് നിങ്ങൾ അറിയുന്നതിനേക്കാൾ അതിനപ്പുറമായി ചെയ്യിപ്പിക്കാൻ കഴിയുന്ന, പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും ആശ്രയിക്കുമെങ്കിൽ, വിശ്വസിക്കുമെങ്കിൽ, ചേർന്ന് നടക്കാൻ തയ്യാറാണെങ്കിൽ, അല്ല അവൻ്റെ വാക്കുകൾ പൂർണ്ണമായിട്ടും അനുസരിക്കാൻ, അവൻ്റെ വാക്കുകൾ പൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ നമ്മുടെ ബുദ്ധി ഉപയോഗിക്കാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ കഴുതയെപ്പോലെ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിൻ്റെ ഭാരങ്ങൾ മാറിയിട്ട് സന്തോഷത്തോടെ തുടർന്നുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളുടെയും മധ്യത്തിൽ അങ്ങയോട് ചേർന്ന് നടപ്പാൻ ആവശ്യമായ ദൈവകൃപ ഞങ്ങളുടെ മേൽ പകർന്ന് ഞങ്ങളെ സഹായിക്കണമേ. യേശു